വിശദമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ വന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പും മിന്നുന്ന വെള്ളയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു നമ്മൾ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ മറുരൂപ മലയിലെ അഥവാ താബോർ മലയിലെ ഹല്ലേലൂയ ശുശ്രൂഷയാണ് നമ്മൾ കാണുന്നത്. അവിടുത്തെ രൂപാന്തരമാണ് കാണുന്നത്, യേശുക്രിസ്തുവിന്റെ രൂപാന്തരം. ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും ഇതേ ഭാഗം തന്നെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും, യേശുക്രിസ്തുവിന്റെ രൂപാന്തരത്തെക്കുറിച്ച്. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ മുഖഭാവം മാറി ഹല്ലേലൂയ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു എന്ന് നമ്മൾ വായിച്ച് പഠിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയാൽ വരുന്ന വലിയ അനുഗ്രഹങ്ങളിൽ മുഖ്യമായത് പ്രകാശമാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയത് സംഭവിച്ചതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നമ്മുടെ പ്രാർത്ഥനയിലും ഏറ്റവും മുഖ്യമായ അനുഗ്രഹം എന്ന് പറഞ്ഞത് നമ്മുടെ മുഖത്ത് വെളിപ്പെടുന്ന പ്രകാശമാണ്. ഹല്ലേലൂയ. അപ്പൊ ആ അനുഗ്രഹത്തെ നമ്മൾ പ്രാപിക്കുന്നത്. അപ്പൊ നമ്മുടെ മുഖത്ത് പ്രകാശം ഉണ്ടാകണമെങ്കിൽ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യം വിളിച്ച് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:9 വായിക്കുന്നുണ്ട്. ആ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തു നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഈ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയിലേക്ക് ഇറങ്ങി വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖഭാവം മാറിയതുപോലെ നമ്മുടെ മുഖത്തും ആ ദൈവ തേജസ്സിന്റെ ആ പ്രകാശത്തിന്റെ അനുഭവം കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, നാളുകളായി നിങ്ങൾ ദൈവത്തിന് ചേർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കും, ഉപവസിക്കുന്ന ആളൊക്കെ ആയിരിക്കാം. പക്ഷെ യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖഭാവം മാറി അവന്റെ വലിയ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്ന പോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ആ ദൈവിക പ്രകാശം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ ശുശ്രൂഷയിലും നിങ്ങൾക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയുള്ളൂ. അല്ലേ? അപ്പൊ എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ പ്രാർത്ഥന വളരെ ആവശ്യമാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുക. യേശുക്രിസ്തുവിന്റെ ഈ രൂപാന്തര വരിയിലെ ആമേ സ്തോത്രം അനുഭവം കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പം ഈ പ്രകാശം നമ്മുടെ മുഖത്ത് വരുന്നെങ്കിൽ മാത്രമേ ഇരുളിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ, എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യശയ്യാപ്രവാചകൻ പറഞ്ഞത്, യശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യം വായിക്കും കാണുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. നിന്റെ പ്രകാശം വന്ന് യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കും. പ്രവാചകൻ പറഞ്ഞ വാക്കുകൾക്ക് നമ്മൾ വളരെ ശ്രദ്ധ കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നാമം മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കാനിരിക്കണം. രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷയിലും നിങ്ങൾ പ്രകാശിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലായി, നിങ്ങൾ കർത്താവിന് വേണ്ടി ആളിക്കത്തുവാനായി വിളിക്കപ്പെട്ടവരാണ്. കർത്താവിന് വേണ്ടി പ്രകാശം കൊടുക്കുവാൻ, ആളിക്കത്തുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. അപ്പം ദേശത്തിൽ വലിയ ഉണർവ് കൊണ്ടുവരുവാനായി കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. നമ്മുടെ ദേശം മുഴുവൻ ഇരുളുകൊണ്ട് വ്യാപിച്ച്, അന്ധകാരം കൊണ്ട് വ്യാപിച്ച് പൈശാചിക ശക്തികൾ സകല അക്രമങ്ങളും അരാജകത്വങ്ങളും സകല അശുദ്ധിയും ദുഷ്ടന്മാരും ദുർനടപ്പുകാരെ കൊണ്ട് ദേശം ഇരുളടഞ്ഞു കിടക്കുകയാണ്. കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. അതിന്റെ നടുവിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശം തന്ന് നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്ത് ദേശത്താക്കി വെച്ചത് ഇരുളിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ വിടിവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാം വായിച്ച ദൈവവചനം എന്നൊക്കെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ മറുരൂപ മലയിലെ താബോർ മലയിലെ രൂപാന്തരത്തെ കുറിച്ചാണ്. അപ്പോൾ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്,
എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട്, സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറയുക. എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവർ ചിലർ ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് കാണും എന്ന് കർത്താവ് പറയുക. വല്ലേരിയ മർക്കോസ് 9:1 വായിച്ചത് കാണാൻ കഴിയും. വല്ലേരിയ സ്വതം. അപ്പം താൻ അവരുടെ നടുവിൽ രൂപാന്തരപ്പെടാൻ പോകുന്നത് മുമ്പിൽ കണ്ടുകൊണ്ടായിരുന്നു യേശുക്രിസ്തു പറഞ്ഞതെന്ന് വല്ലേരിയ നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പ്രൈസലോ. അല്ലേ? അപ്പൊ ഇവിടെ വന്ന് ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷമായി അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. അല്ലേലേ പത്രോസും കൂടെയുള്ളവരും, അല്ലേലേ ഉള്ള ഭാഗം ബൈബിൾ കാണുന്ന പത്രോസും കൂടെയുള്ളവരും, അല്ലേലൂയ സ്തോത്രം, ഉറക്കത്താൽ അല്ലേലൂയ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവരോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടു പിരിയുമ്പോൾ പത്രോസ് യേശുവിന്റെ, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാകട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിൽ ആയപ്പോൾ അല്ലെ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അല്ലേലിയ അല്ലേലിയ. നമുക്ക് കാണാം, ഇവന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്കുകയും എന്ന ഒരു ശബ്ദം ഉണ്ടായി. അല്ലേലിയ. ഇവിടെയും ദൈവവചനമായി ഇവന് അല്ലേലിയ സ്തോത്രം ചെവി കൊടുക്കുകയും, അല്ലേലിയ കാരണം ഇവന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്കുകയും എന്നത് നമുക്ക് ഈ വേദഭാഗത്തൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേലിയ ഈ രൂപാന്തരം പ്രവചനമായിരുന്നു എന്ന് 2 പത്രോസ് ലേഖനം അല്ലേലിയ 1:16 തൊട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലേലിയ രൂപാന്തര സമയത്ത് പ്രത്യക്ഷപ്പെട്ടവർ മോശയും ഏലിയാവുമായിരുന്നു. ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഉയർത്ത തേജസ്വീകരിക്കപ്പെടുന്നവരുടെ പ്രതിനിധികളായിട്ടാണ് അവർ കാണപ്പെടുന്നത്. അല്ലേലിയ അത് ക്രിസ്തുയേശു മടങ്ങി വരുമ്പോൾ അല്ലേലിയ നാമം തേജസ്കരിക്കപ്പെടുമെന്നുള്ള എൻ്റെ ഒരു അനുഭവത്തെയാണ് ആ മറുരൂപ മലയിൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ രൂപാന്തരത്തോടുള്ള ബന്ധം പഠിക്കാൻ കഴിയുന്നത്. അല്ലേലിയ ഞാൻ ആ ഭാഗം വേദഭാഗം വായിച്ച് ചിന്തിച്ചെന്ന് നാം എന്നോട് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ നാം ഇവിടെ ചിന്തിക്കുന്നത് പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. അല്ലേലിയ യേശുക്രിസ്തുവിനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അല്ലേലിയ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ നല്ലൊരു ഭാഗവും പ്രാർത്ഥനയായിരുന്നു. പിതാവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് കൃപകൾ പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് അല്ലേലിയ പിതാവിന്റെ ആലോചന കേട്ട് അല്ലേലിയ യേശു തന്റെ ശുശ്രൂഷകൾ ചെയ്തത് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. തൻഫലമായി എന്താണ് സംഭവിച്ചത്? വലിയ ഉണർവ് ദേശത്തെല്ലാം സംഭവിച്ചു. ജാതികളിൽ വലിയ വെളിച്ചം വീശുവാൻ കാരണമായി അനേകർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും നടന്നു. മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ചു. അല്ലേലിയ വലിയ വീര്യപ്രവർത്തനങ്ങൾ യേശുവിന്റെ ശുശ്രൂഷയിൽ നടക്കാൻ കാരണം യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയായിരുന്നു. ലേലിയ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഏത് അട്ടഞ്ഞ വാതിലും തുറക്കപ്പെടണമെങ്കിൽ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ, ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അല്ലേലിയ ദേശത്തിന്റെ സകല അന്ധകാരങ്ങളെ എനിക്ക് ഒരു വലിയ ഉണർവ് നിന്റെ ശുശ്രൂഷയിൽ ദൈവം വെളിപ്പെടുത്തും. രക്തം ചെയ്യാം. അപ്പൊ നിങ്ങളെ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ നഷ്ടമാക്കി കളയാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കണം. രക്തം ചെയ്യാം. അല്ലേലിയ പ്രാർത്ഥനയെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. ഇന്ന് നമ്മൾ അത് തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലേലിയ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെട്ടു പോയില്ലെന്ന് ദൈവവചനം പഠിപ്പിക്കുക. പ്രാർത്ഥിക്കുന്നവനെ രോഗം ഒരുപക്ഷെ അറിഞ്ഞെന്ന് വരത്തില്ല. പ്രാർത്ഥിക്കുന്നവനോടുകൂടെ ആരും കണ്ടെന്നും വരത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ഒരുപക്ഷെ തനിച്ചായിരിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, തനിച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും, നിന്നെ ലോകം അറിഞ്ഞില്ലെങ്കിലും
ലോകക്കാർ നിന്നെ കണ്ടില്ലെങ്കിലും നീ ഭാരപ്പെട്ടു പോകണ്ട. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ ഈ മുഴങ്കാല് മടക്കുന്ന കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നീ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തു നിന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുവാൻ തുടങ്ങും. നിന്റെ മുഖത്തിന്റെ ഭാവം മാറും. നിന്റെ ഉടുപ്പും മിന്നുന്ന വെള്ള പോലെ ആയി തീരുവാൻ തുടങ്ങും. അത് നീ ആത്മാവിൽ കാണണം. രക്തം ചെയ്യും നമ്മളെല്ലാം കാണുന്ന ആത്മാവിൽ കാണുക, വിശ്വാസത്താലാണ് കാണുന്നത്. ഹല്ലേലൂയ. ലോകജനം ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ചെയ്യുന്നത്. പ്രൈസലോ. അത് പറയുമ്പോൾ ചിലപ്പോൾ ലോകത്തിലുള്ള ജനങ്ങൾ നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പല കുടുക്കു ചോദ്യങ്ങളും പറയും. പ്രൈസോ. ഞാൻ ഒരിക്കൽ സുവിശേഷ പ്രവർത്തനമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി കടൽപ്പുറത്ത് ചെന്ന്, അല്ലെങ്കിൽ ഈ ചാവക്കാട് കടപ്പുറത്ത് ചെന്ന് ട്രാക്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അവിടെ ഒരു കൂട്ടം ആളുകൾ ആ കടൽ കാണാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ട്രാക്ട് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാങ്ങുന്നുണ്ട്. അപ്പൊ ഒരു സഹോദരനും കുറച്ച് പേരും കൂടെ എന്റെ അരികിലേക്ക് ഇട്ടുവെന്ന് പറഞ്ഞു, യേശു കടലിന്മേൽ നടന്നല്ലോ, താങ്കൾക്കും നടക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഇത് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട്, ഞാൻ കടലിന്മേൽ നടക്കാൻ വന്നതല്ല, യേശു ചെയ്ത ശുശ്രൂഷ പരിചയപ്പെടുത്താൻ വന്നതാ. കടലിന്മേൽ ഞാൻ നടന്നിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഈ ട്രാക്ട് വാങ്ങണമെന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിന്റെ ഉള്ളിൽ അത്ഭുതം ചെയ്യും. അല്ലെങ്കിൽ അത്ഭുതം ചെയ്യും. അതുകൊണ്ട് കടൽമേൽ നടക്കുകയില്ല, ഈ വചനം പറയുക. യേശു കടൽമേൽ നടന്ന ഞാൻ വിശ്വാസത്താൽ കാണുന്നു. ഞാൻ ആത്മാവിൽ അത് കണ്ടുകൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞു വെച്ചാൽ ആളുകളൊക്കെ നമ്മെ കുടുക്കു ചോദ്യത്തിൽ കൊടുക്കാൻ വരും. അല്ലേ? അതിലൊന്നും നിങ്ങൾ മയങ്ങിപ്പോകരുത്, വീണു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ നമ്മുടെ ശുശ്രൂഷ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലതും നമ്മുടെ മുമ്പിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങളെ അല്ലെങ്കിൽ സാത്താൻ തന്ത്രങ്ങളിലൂടെ കൊടുക്കാൻ ശ്രമിക്കും. അല്ലേ? അതിൽ നിങ്ങൾ ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാവി, ലോകം നിന്നോട് ചോദിക്കും, അല്ലേ, കഴിഞ്ഞ കാലങ്ങളായിട്ട് നീ പ്രാർത്ഥിക്കുന്നതല്ലേ, ഉപവസിക്കുന്നതല്ലേ, നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന് കൈകൊട്ടി പാടാൻ പോകുന്നതല്ലേ, നീ ഞങ്ങളെ വിട്ടു പോയതല്ലേ, ഞങ്ങളുടെ കുടുംബം വിട്ടു പോയതല്ലേ, ഞങ്ങളുടെ കുടുംബത്തിന് അപമാനം വരുത്തതല്ലേ, ഞങ്ങളുടെ കുടുംബത്തെ വെറുത്തു പോയതല്ലേ, നിനക്ക് എന്ത് ലഭിച്ചു, നിന്റെ മക്കൾക്ക് എന്ത് ലഭിച്ചു, നിനക്ക് എന്ത് നേട്ടമുണ്ടായെന്നൊക്കെ ചോദിക്കുന്നവർ കാണും. അല്ലേ? നമ്മൾ ലോകപ്രകാരം ഒരു അനുഗ്രഹത്തെ കാണിക്കാനല്ല നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. ലോകക്കാരുടെ മുമ്പിൽ ഞാൻ ക്രിസ്തുവിനെ അനുഗമിച്ചതുകൊണ്ട് ഞാൻ വലിയ പുള്ളിയായി എന്ന് പറയുവാനുമല്ല നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത്. നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത്, കർത്താവിനെ നാം അനുഗമിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുന്നത് ഏത് മനുഷ്യനും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രകാശം നമ്മളിലേക്ക് വന്ന് പാപത്തിൽ വീണ് കിടന്ന, ശാപത്തിൽ വീണ് കിടന്ന, നിത്യ നരകാഗ്നിക്ക് യോഗ്യരായിരുന്ന, നിത്യശിക്ഷാവിധിക്ക് യോഗ്യനായിരുന്ന നമ്മെ അതിൽ നിന്ന് വിടുവിച്ച് നമുക്ക് തന്ന നിത്യജീവൻ, അല്ലേ, ആ സ്വർഗീയ പരദീസയെ കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകക്കാരെ ബോധ്യപ്പെടുത്താനല്ല. പ്രൈസലോ. അപ്പോൾ നമുക്ക് തന്ന പ്രകാശത്തിന്റെ അനുസരിച്ച് നമ്മൾ സുവിശേഷം പങ്കുവെച്ചുകൊണ്ടിരിക്കും. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ മോശ 40 ദിവസം ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ അവന്റെ മുഖം പ്രകാശിച്ചു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു എന്ന് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അല്ലേ, അതിന്റെ 30 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേ? നമ്മൾ ആ ഭാഗം ഒക്കെ നമ്മൾ ഒരുപാട് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേ? സ്തോത്രം. പുറപ്പാട് പുസ്തകം അല്ലേ 34-ാം അധ്യായം 29 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അവൻ തന്നോട് അരളിച്ച നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സിയോൻ പർവ്വതത്തിന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവന്റെ അടുക്ക ചെല്ലുവാൻ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അപ്പോൾ അഹരോനും സഭയിലെ പ്രമാണികളൊക്കെയും അവന്റെ അടുക്കൽ മടങ്ങി വന്നു. മോശ അവരോട് സംസാരിച്ചു എന്ന് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം പ്രാർത്ഥിക്കുന്നവന്റെ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവന്റെ മുഖം പ്രകാശിക്കും. മോശ 40 ദിവസം 40 രാവും പകലും പർവ്വതത്തിൽ യഹോവയായി ദൈവത്തോട് ചേർന്നിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് മോശയുടെ മുഖത്ത് നോക്കുവാൻ കഴിയാത്ത വിധത്തിൽ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചുവെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇന്നും നിന്റെ പ്രാർത്ഥനയിൽ അത്ഭുതം സംഭവിക്കും.
അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതം സംഭവിക്കും. കാരണം പ്രാർത്ഥിക്കുന്നവരോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. പ്രൈസലോ. അപ്പൊ അറിയാം, പലപ്പോഴും നമ്മൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ജീവിതം നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് വിവിധ വിഷയങ്ങളെ പരീക്ഷകളാലൊക്കെ നമ്മൾ കഷ്ട സഹിക്കുന്ന ചില സമയങ്ങളുണ്ട്. അല്ലേലിയ. അങ്ങനെയുള്ള സമയങ്ങളിൽ നാം ദൈവത്തിന് മുഴങ്ങാനും മുടക്കി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലേലിയ, ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വലിയൊരു ഉണർവ് കിട്ടിയതുപോലെ സന്തോഷം കിട്ടിയതുപോലെ തോന്നും. എന്താണെന്നറിയാമോ? അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഇരുളുകൾ മാറിപ്പോയതാണ്. രക്തം ചെയ്യാം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഇരുള് മാറുവാൻ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്, ഇരുള് മാറിപ്പോകുവാൻ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് പ്രാർത്ഥനയാണ്. അല്ലേലിയ. ഇവിടെ മോശയുടെ മുഖത്തിന്റെ ഭാവം മാറി എന്ന് പറഞ്ഞാൽ ആ പ്രകാശം മഹത്തായിരുന്നതിനാൽ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ച് ആ പ്രകാശം മഹത്തതായിരുന്നതിനാൽ ഇസ്രായേൽ ജനങ്ങൾക്ക് മോശയുടെ മുഖത്ത് നോക്കുവാൻ സാധിക്കാതെ വിഷമിച്ചു. അതുകൊണ്ട് മോശ മുഖത്തൊരു മൂടുപടം ഇട്ടു 40 ദിവസം ദൈവത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാൽ അളവില്ലാത്ത ദൈവശക്തി മോശയുടെ മേൽ വന്നു. അല്ലേലിയ. അപ്പം പ്രാർത്ഥനയിൽ അളവില്ലാത്ത ദൈവശക്തി ഇറങ്ങി വരുമെന്ന്. അല്ലേലിയ. അവിടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 നാളെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി നിയോഗങ്ങൾ കൊടുത്തിട്ട് 40-ാം നാൾ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. അല്ലേലിയ. സ്വർഗാരോഹണം ചെയ്തു. 50-ാം ദിവസം ദൈവം പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകുമ്പോൾ, അപ്പോസ്തലന്മാരെ പകരുമ്പോൾ എന്ത് ചെയ്തു? അവർ വലിയ ആത്മചൈതന്യം പ്രാപിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2 വായിക്കുന്നുണ്ട്. അല്ലേലിയ. അപ്പം കൂടിയിരുന്ന 120 പേരുടെ മേൽ എന്ത് ചെയ്തു? ആത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ കൂടിയിരുന്ന 120 പേര് ഒന്നിച്ചിരുന്ന് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മുഖത്തിന്റെ ഭാവം മാറി. അല്ലേലിയ. അവരിൽ വലിയ ആത്മശക്തി വെളിപ്പെട്ടു. അവരിൽ ശുശ്രൂഷകൾ വെളിപ്പെട്ടു. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന അർത്ഥവെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തു ആ 120 മേൽ നിറയുവാട്ടയായി. അല്ലേ? അവരെ വലിയ ശക്തി പ്രാപിച്ചെടുത്തു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥന പിന്നോട്ട് പോകരുത്. അല്ലേലിയ. മനുഷ്യനല്ലേ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ടെന്നേ. ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് പരിശോധനയിലൂടെ കടന്നു പോകുന്നവരാ, പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരാ. അങ്ങനെ പരീക്ഷകളും പരിശോധനകളും ഒക്കെ കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രൈസറോ. ദൈവത്തോട് നാം പറ്റിയിരിക്കണം. അതുകൊണ്ടാണ് 90 സങ്കീർത്തനമൊക്കെ വായിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയാൻ ഞാൻ ഉയർത്തും എന്നൊക്കെ നമ്മൾ വചനം വായിക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുമ്പോഴാണ് കർത്താവിന്റെ മഹത്വം നമുക്ക് ദർശിപ്പാൻ കഴിയുന്നത്. രക്തം ചെയ്യും. അപ്പൊ മോശി എന്ന് പറയുന്ന മനുഷ്യനൊക്കെ ആ ദൈവസാന്നിധ്യം അനുഭവിച്ചതുപോലെ നമ്മളും ആ ദൈവസാന്നിധ്യം അനുഭവിക്കണം. രക്തം ചെയ്യും. അല്ലേലിയ. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലേലിയ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമായിരുന്നാലും, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമായിരുന്നാലും, ഒരുപക്ഷെ നിങ്ങൾക്കത് വളരെ ഭാരമെന്ന് തോന്നിയാലും ആ വിഷയത്തിൽ നിങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട്, അല്ലേലിയ, നിങ്ങൾ ദൈവത്തിൽ ചേർന്ന് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ വലിയ പ്രശ്നത്തെ പരിഹരിച്ച് നൽകുവാൻ നമ്മുടെ യേശുവിന് കഴിയും. രക്തം ചെയ്യാം. അല്ലേലിയ. അപ്പൊ അവന്റെ അരികിൽ അടുത്ത് ചെല്ലുന്നവരെ ഒരിക്കലും കൈവിട്ട് കളയുന്നവനല്ല. യേശുവിന്റെ അരികിൽ ചെല്ലുന്നവരെ ഒരിക്കലും കൈവിട്ട് കളയില്ല നമ്മുടെ കർത്താവ്. അനാഥനായി വിടത്തില്ല, തള്ളിക്കളയത്തില്ല, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മളെ ചേർത്ത് പിടിക്കുന്നവൻ നമ്മുടെ കർത്താവ്. അല്ലേലിയ. ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച ഭാരങ്ങളുണ്ട്, ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അല്ലേലിയ. മറ്റാരും പറഞ്ഞാൽ പരിഹരിക്കാത്ത നിലയിൽ മറ്റാരുടെ ആശ്വാസ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത നൊമ്പരങ്ങൾ, വേദനകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കാണും. അല്ലേലിയ. അങ്ങനെയുള്ളവരാ മനുഷ്യര്. അല്ലേലിയ. അതിന്റെ നടുവിൽ നമുക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ യേശുവിലേക്ക് വരണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യമൊക്കെ വായിക്കുന്നുണ്ട്. യേശു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളൂരി എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങനെ പറഞ്ഞൊരു നല്ല കർത്താവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ യേശുക്രിസ്തു മാത്രമാണ്. അല്ലേലിയ. അപ്പൊ നീ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും രക്തം ചെയ്യാം. അല്ലേലിയ. എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നും ഒരു ആശ്വാസം നൽകാൻ കഴിയുന്നവർ യേശുക്രിസ്തു മാത്രമാണ്. രക്തം ചെയ്യാം. അല്ലേലിയ. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പരിശോധനകളെ, പരീക്ഷകളെ ഞാൻ നേരിട്ടിട്ടുണ്ട്.
അല്ലെങ്കിൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആമി കടന്നു വന്നതിന് ശേഷമായിട്ട് ഒരുപാട് ശോധനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. പലപ്പോഴും തകർന്നു പോകാമായിരുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, നിരാശപ്പെടുന്ന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്, സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ വളരെ മനസ്സും ശരീരവും തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഞാൻ തളർന്നു പോകാതെ യേശുവിനോട് ചേർന്നിരുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥനയെ ഞാൻ ദൈവത്തോട് പറ്റിയിരുന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എന്നെ തളർത്തിക്കളയുന്ന വിഷയങ്ങൾ എന്ന നിലയിൽ ദൈവം എനിക്ക് ആത്മശക്തി പകരാൻ തുടങ്ങി. രക്തം ചെയ്യും അല്ലേലി. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. എനിക്കൊരു കാര്യം മനസ്സിലായി, ലോകക്കാർ കൈവിട്ടാലും ലോകം കൈവിട്ടാലും കൈവിടാത്തൊരു തമ്പുരാനുണ്ടെന്നുള്ളത് മനസ്സിലായി. ഞാൻ യേശുവിനോട് ചേർന്നിരുന്നു. അല്ലേലി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ തളർന്നു പോകരുത്. അല്ലേലി. നീ ക്ഷീണിച്ചു പോകരുത്. അല്ലേലി. നീ വാടി പോകരുത്. അല്ലേലി. സ്തോത്രം. നീ ഉണരണം. അല്ലേലിയ. നീ ഉണരണമെങ്കിൽ അല്ലേലിയ നിന്റെ പ്രാർത്ഥനയിൽ അല്ലേലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി, അവന്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നുവെന്ന് ലൂക്കോസ് നമ്മെ ഓർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, മത്തായി സുവിശേഷത്തിനും മർക്കോസിന്റെ വിശേഷം നമ്മെ ഓർപ്പിക്കുമ്പോൾ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊക്കെയുള്ള ദൈവശബ്ദം കേൾക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാര് കേട്ടത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഹല്ലേലൂയ, ഇവന് ചെവി കൊടുപ്പിൻ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ സ്നാന സമയത്തും നമുക്കിത് കാണാൻ കഴിയും. ഇവന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവന് ചെവി കൊടുപ്പിൻ. അപ്പൊ നമ്മൾ കർത്താവിനോട് ചേർന്ന് ആ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയണം. പ്രൈസലോ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പ്രൈസലോ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ദർശനങ്ങളെ ദൈവം തരും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ നിറയുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഏത് അടഞ്ഞ വാതിലും തുറക്കുവാൻ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഒരുപക്ഷെ കുടുംബത്തിന്റെ പരാജയത്തിൽ നീ വളരെ വേദനിക്കപ്പെടുന്ന അനുഭവമായിരിക്കാം. ഒരുപക്ഷെ നിന്റെ ബിസിനസ് തകർന്നതായിരിക്കാം. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണക്കുകൂട്ടി ഉള്ളതെല്ലാം വിറ്റുപേർക്കി കടവും വാങ്ങിയിട്ട് നീ വിദേശ രാജ്യത്ത് കടന്നു പോയിട്ട് നിനക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ ഹല്ലേലൂയ നീ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. പ്രൈസലോ. നിനക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് നീ കണ്ണീരോടെ ആണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂത്, നീ ദൈവസനി മുഴങ്ങാനും അടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. നിന്റെ പ്രാർത്ഥന മുറിയിലേക്ക് യേശു ഇറങ്ങി വരും. നിന്റെ പ്രാർത്ഥന മുറിയിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ, നിന്റെ കണ്ണുനീര് ഒപ്പുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുക്രിസ്തുവിന്റെ കരം നിനക്ക് അനുകൂലമായി മാറും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ശക്തമായ ശുശ്രൂഷകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ച ശക്തന്മാരായിരിക്കുന്ന ശുശ്രൂഷകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവം ചിലർ അപ്പോസ്തലന്മാരായിട്ടും ചിലർ പ്രവാചകന്മാരായിട്ടും ചിലർ സുവിശേഷകന്മാരായിട്ടും ഇടയന്മാരായിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടൊക്കെ ഉപയോഗിക്കും. നമുക്കിടെ എഫേസ്യ ലേഖനം 4:11 പറയുന്ന പോലെ അങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവരെ പോലെ കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുക. ആ വചനം നിങ്ങളിൽ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. മുൻകാലങ്ങളിൽ പലരെയും ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ തലമുറയിൽ ദൈവം പലരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് വരണം. പ്രാർത്ഥനയിലേക്ക് വന്നു കഴിയുമ്പോൾ അളവില്ലാത്ത ദൈവ സാന്നിധ്യം, ആ ദൈവശക്തി നിങ്ങളെ മേൽ പകരും. അപ്പം കർത്താവിന് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകണം. അല്ലേ? കർത്താവ് പ്രയോജനപ്പെടുത്തുന്ന മനുഷ്യന്റെ രഹസ്യം അവന്റെ ശക്തമായ പ്രാർത്ഥനയിലാണുള്ളത്. അല്ലേ? നമ്മളൊക്കെ ചില കണ്ടിട്ട് പറയാം, അവർ ശക്തമായ ശുശ്രൂഷയാണ്, ശക്തമായ ദൂതുകളാണ്, ശക്തമായ ആലോചനയാണ്. ആ മനുഷ്യനെ ശക്തമായി, ആ കുട്ടിയെ, ആ സഹോദരിയെ, സഹോദരനെ ആ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ പലരും നോക്കി പറയാറുണ്ട്. പല ശുശ്രൂഷ വരുമ്പോൾ നമ്മളങ്ങനെ പറയാറുണ്ട്. ആ മനുഷ്യൻ നന്നായിട്ട് പ്രസംഗിക്കും, ആ മനുഷ്യൻ നന്നായിട്ട് പാട്ട് പാടും, അല്ലേ? ആ വ്യക്തി നല്ല ദർശനമുണ്ട്, വെളിപ്പാടുണ്ടെന്നൊക്കെ പറയരേ. അതിന്റെ രഹസ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്.
അങ്ങനെ ആ മനുഷ്യൻ, അങ്ങനെ ആ ദൈവിക ശുശ്രൂഷ കാണുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആ മനുഷ്യനത് പ്രകടമായത് ആ മനുഷ്യന്റെ പ്രാർത്ഥനയിലാണ്. അല്ലേ? അപ്പൊ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോഴാണ്, ആ വ്യക്തി പ്രാർത്ഥിച്ചപ്പോഴാണ്, ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴാണ് നിങ്ങളിലും അങ്ങനെയുള്ള ദൈവിക സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങുന്നത്. രക്തം ചെയ്യും. അല്ലേ? അപ്പം പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രാർത്ഥിക്കാത്തവനെ ദൈവം ഉപയോഗിക്കത്തില്ല. അല്ലേ? പ്രാർത്ഥിക്കാത്തവന്റെ ഇരുട്ട് അല്ലേലിയ ആമീൻ ദൈവം ശുശ്രൂഷ കൊടുക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവം ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. അല്ലേ? കാരണം 5 താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? 5 കൂടെ നേടി. 2 താലന്ത് കിട്ടിയവൻ എന്ത് 2 കൂടെ നേടിയെന്നാ. അല്ലേ? എന്നാൽ 1 കിട്ടിയവൻ എന്ത് ചെയ്തു? അവൻ കൊണ്ട് കുഴിച്ചു മൂടി. അല്ലേ? അപ്പം 5 കിട്ടിയവൻ 5 കൂടെ നേടണം ആഗ്രഹം. 2 കിട്ടിയവൻ 2 കൂടെ നേടണമെന്ന്. 1 കിട്ടിയവൻ അലസനായി, മടിയനായി, ഉദാസീനായി എന്ത് ചെയ്തു? കുഴിച്ചു മൂടി. അവനെന്ത് ചെയ്തു? അവന് യാതൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അല്ലേ? അപ്പൊ ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞെന്ന് മാത്രം. അല്ലേ? ഇവിടെ ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, അല്ലേ, ഈ ലോകം നമുക്കൊരിക്കലും യോഗ്യമല്ലെന്ന്. ഈ ലോകം നമുക്കൊരിക്കലും അനുകൂലമല്ല. അല്ലേ? നമുക്കറിയാം. അല്ലേ? ഈ കാണുന്ന ഭൂമി മുഴുവൻ, ഈ ഭൂമിയിൽ കാണുന്ന സകലതും, അല്ലേ, മനുഷ്യൻ പടുത്തുയർത്തിയതും പണിതുയർത്തിയതുമായി ഈ കാണും വലിയ സൗധങ്ങളും അല്ലെ സ്ഥാനമാനങ്ങളും, ഇവിടുത്തെ ആഡംബരങ്ങളും ആഡംബര ജീവിതങ്ങളും, മനുഷ്യൻ എന്തെല്ലാം ഇവിടെ പടുത്തുയർത്തിയിട്ടുണ്ടോ അതെല്ലാം ഒരു പിടി ചാരമാകുന്ന ദിവസമുണ്ട്. എല്ലാം തീക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാം തീയാൽ നഷ്ടപ്പെട്ട് തീയാൽ നശിക്കും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുന്ന ഒരു ദിവസമുണ്ട്. അല്ലേ? സകലതും തീ കൊണ്ട് നശിക്കും, ഒരു പിടി ചാരമായി മാറും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ പ്രാർത്ഥിക്കാനിരുന്ന് ദൈവത്തിനെ പ്രാർത്ഥിച്ച് ശക്തമായി ആത്മശക്തി ഏറ്റെടുത്ത് ശുശ്രൂഷ പ്രാപിച്ചാൽ ആമേൻ, നീ ഒരു പിടി ചാരമായി മാറാതെ, അല്ലേ, നിന്റെ ശുശ്രൂഷ ചാരമായി മാറാതെ നിന്നിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. രക്തം ചെയ്യാം. അല്ലേ? അപ്പൊ നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണമെന്ന്. അല്ലേ? അപ്പൊ കർത്താവിന് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്റെ മേലൊരു ദർശനം തരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിന്റെ പ്രവചനത്തിന് ആത്മാവ് നിറയ്ക്കാൻ ആഗ്രഹിക്കുക. ഒരു അപ്പോസ്തലിക ശുശ്രൂഷ ദൈവം നിനക്ക് തന്ന് ചില രാജ്യങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലികമായ ശുശ്രൂഷ നിന്നെ ഏൽപ്പിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കാൻ ആഗ്രഹിക്കുക. നിന്റെ ശുശ്രൂഷകൾക്കകത്ത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നടന്നുപോലെ ചില അത്ഭുതം നടക്കാൻ ആഗ്രഹിക്കുക. നീ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലേ, അതിന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ രക്തം ചെയ്യാം. അല്ലേലൂയ. യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറിയതുപോലെ അവന്റെ ഉടുപ്പും മിന്നുന്ന വെള്ളയായി തീർന്ന ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ നീ കർത്താവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. അപ്പോൾ നിന്റെ പേര് വലിയ ശുശ്രൂഷ വെളിപ്പെടും. അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഇരുള് മാറിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുടുംബത്തിലെ ഇരുള് മാറിപ്പോകുന്ന, നിന്റെ തലമുറയിലെ ഇരുള് മാറിപ്പോകും. നിന്റെ ജോലിക്കകത്തെ, നിന്റെ നന്മയ്ക്കകത്തെ, നിന്റെ കൃഷിയിലെ, നിന്റെ ബിസിനസ്സിനകത്തെ അമ്മ എല്ലാ ഇരുളും മാറിപ്പോകും. ശാരീരികമായ ബലഹീനതകളും രോഗങ്ങളും വ്യാധികളും നിറയപ്പെട്ട അനുഭവമാണോ അതെല്ലാം നീങ്ങിപ്പോകും. അല്ലേലൂയ. പ്രാർത്ഥനയാൽ അല്ലേലൂയ സകലവും സാധ്യമാണ്. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് വചനം സ്തേഫാനോസിനെ നിങ്ങൾ നോക്കണം. സ്തേഫാനോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്? അല്ലൊരു ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം അല്ലേലിയ ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചുവെന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അല്ലേലിയ സ്തോത്രം 6-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അല്ലേലിയ. അവിടെ നിങ്ങൾ വാക്കിയെടുത്ത് വായിച്ചു നോക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? സ്തേഫാനോസ് എന്ന് പറയുന്ന വ്യക്തി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥനയുടെ വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖഭാവം മാറി അവന്റെ ഉടുപ്പും മിന്നുന്ന വെള്ളയായി തീർന്നതുപോലെ സ്തേഫാനോസ് എന്ത് ചെയ്തു? ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു എന്ന്. സ്തേഫാനോസിന്റെ മുഖം പ്രകാശിച്ചതുപോലെ അല്ലേലൂയ സ്തോത്രം. കാരണം എന്താണ്? സ്തേഫാനോസ് ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു.
സ്തെഫാനോസ് വലിയൊരു പ്രാർത്ഥന വിഷയം. അവൻ പ്രാർത്ഥിച്ചതിനാൽ പരിശുദ്ധാത്മാവിൽ അവൻ നിറഞ്ഞിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 6-5 വാക്യം കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു: ഞങ്ങളോ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞ് ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, ബർക്കലോസ്, നിക്കോനാർ, തീമോൻ, ഫർമേനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഞാൻ ആ ഭാഗം അത്രയും പറഞ്ഞത് മാത്രം. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് സ്തെഫാനോസിനെ കുറിച്ചാണ്. അപ്പൊ സ്തെഫാനോസിന്റെ പ്രാർത്ഥന എന്ത് ചെയ്തു? ഹല്ലേലൂയ, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി മാറി. ഹല്ലേലൂയ. അപ്പൊ അതാണ് അവിടെ അപ്പോസ്തലൻ വായിക്കുന്നത്. അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നു, അവൻ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിറഞ്ഞിരുന്നു, അവൻ ആത്മശക്തിയിൽ നിറഞ്ഞിരുന്നു, ഹല്ലേലൂയ അവൻ ജ്ഞാനത്തിൽ നിറഞ്ഞിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 6:10 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കുന്നവരെ ദൈവം ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിറയ്ക്കും. ഹല്ലേലൂയ. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത, സ്കൂൾ പോലും കണ്ടിട്ടില്ലാത്ത പലരെയും ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്കൂൾ പോലും കാണാത്ത പലരെയും ദൈവം ശക്തമായിട്ട് എഴുതുവാനും വായിക്കുവാനും പ്രസംഗിക്കുവാനും വേണ്ടുന്ന ദൈവികമായ ജ്ഞാനം കൊടുത്തതിന്റെ പിന്നിലെ രഹസ്യവും അവന്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വെറുതെ സമയം നിങ്ങൾ വെറുതെ സമയം നീക്കിക്കളയാതെ, നിങ്ങളുടെ സമയം വെറുതെ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാതെ, ഇവിടുത്തെ അശ്ലീലമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയത്തെ വിട്ടുകൊടുക്കാതെ നിങ്ങൾ പ്രാർത്ഥനയിൽ വിട്ടിരിക്കുന്നെങ്കിൽ രക്തം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നിന്നെ അങ്ങ് അനുഗ്രഹിപ്പാൻ തുടങ്ങും. ഹല്ലേലൂയ. നിന്റെ സകല കഷ്ടങ്ങളും മാറും. പ്രൈസ് ദി ലോർഡ്. ചിലരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പറയും, എന്റെ പാസ്റ്റേ ഒരു വീടില്ല, തലചായി ഇപ്പൊ ഒരു വീടിലെ വാടക കൊടുത്ത് മടുത്തു, ഒരു തുണ്ട് ഭൂമിയില്ല, ഒരു തുണ്ട് ഭൂമി വാങ്ങാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ അങ്ങോട്ട് ഉയരാൻ പറ്റുന്നില്ല, നന്മ പ്രാപിക്കാൻ കഴിയുന്നില്ല, മക്കൾക്ക് ജോലിയില്ല, ഭർത്താവിന് ജോലിയില്ല, കുടുംബം പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് എന്നൊക്കെ പലരും നമ്മോട് പറയാറുണ്ട്. ഹല്ലേലൂയ. എന്താണ് പ്രിയരെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അങ്ങനെയൊക്കെ സംഭവിക്കുന്ന നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലോകക്കാരോട് നിങ്ങളുടെ പരാതി പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തെന്ന് വരത്തില്ല. ഒരുപക്ഷെ താൽക്കാലികമായി എന്തെങ്കിലും ഒരു സഹായം തന്നു, പിന്നെ അത് തരത്തില്ല. എന്നാൽ ദൈവമക്കളോട് നിങ്ങൾ ആ വിഷയം പറയുമ്പോൾ ദൈവമക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ പ്രശ്നങ്ങളെ നീ ദൈവസനിൽ വെച്ച് ദൈവസഭയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമക്കളോടൊപ്പം കൂട്ടായിട്ട് ഐക്യത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? നീ പറയപ്പെടുന്ന നിന്റെ ജീവിത ദുരന്തങ്ങളെ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മുഴുവൻ എന്റെ തമ്പുരാൻ മാറ്റിത്തരും. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിലും സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പൊ നീ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ വിഷയത്തിന് മറുപടി നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ സ്തെഫാനോസിന്റെ പ്രാർത്ഥനയിൽ എന്തുണ്ടായിരുന്നു? ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നു, അവൻ ആത്മശക്തിയാൽ നിറഞ്ഞിരുന്നു, വിശ്വാസത്തിൽ നിറഞ്ഞിരുന്നു, അവൻ ജ്ഞാനത്തിൽ നിറഞ്ഞിരുന്നു എന്ന് നമ്മൾ ഈ വചനം വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മുഖം പ്രകാശിക്കുന്നത് വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിങ്ങൾ വളരെ ഭാരത്തോടെ ഹൃദയനുറുക്കത്തോടെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിക്കുന്നിടം വരെ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിരിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ശക്തമായി ഉപയോഗിക്കുന്നത് വരെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. തളർന്നു പോകാതെ ശക്തമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അന്ധകാര ശക്തികൾ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇരുളിന്റെ ആധിപത്യങ്ങൾ നിന്നിൽ നിന്ന് മറയും. ജനങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ഓടി വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ശേപ്രവാചകന്റെ പുസ്തകം 40:30-31 വായിച്ചു കണ്ട, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അതെ, നീ ദൈവത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ സ്തെഫാനോസിന്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാൻ തുടങ്ങും. സ്തെഫാനോസിനെ ദൈവം ആത്മശക്തിയാണ് നിറച്ചതുപോലെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവം നിറയ്ക്കും. നിന്റെ ഉള്ളിൽ വലിയ വിശ്വാസത്തെ ദൈവം തരും. നിന്നെ ദൈവം ജ്ഞാനാത്മാവിനാൽ നിറയ്ക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും. ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങൾ പലരും പല പ്രശ്നത്തിലാണ്. ഹല്ലേലൂയ.
മഹാവ്യാധിയായിട്ട്, രോഗങ്ങളായിട്ട്, കഷ്ടതയായിട്ട്, ഉയർച്ചയില്ലാതെ, ശാപങ്ങളായിട്ട്, രോഗങ്ങളായിട്ട്, ബന്ധനങ്ങളായിട്ട്, ദേശത്തിന്റെ പൂരികളായിട്ട്, ആഭിചാര മന്ത്രവാദ കൂടോത്ര ശക്തികളാൽ നിങ്ങൾ തളർന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ അല്ലേലിയ നിങ്ങളിൽ പലർക്കും ഉണ്ടാകാം. അല്ലേലിയ. അതുകൊണ്ട് പലരും അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അവിടെ എല്ലാം അതിനകത്ത് മോചനം പ്രാർത്ഥനയിലൂടെ മാത്രമേ ഉള്ളൂ. പ്രൈസലോ. അതിൽ നിനക്കൊരു മോചനം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേലിയ. സ്തോത്രം. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ പിശാചിന് തൊടാൻ അവകാശമില്ല. പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിന്മേൽ, പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തിന്മേൽ പിശാചിന് അവകാശമില്ല. അതാണ് ദൈവജനം. ഒരു ബാധയും നിന്റെ കൂടാരത്തിന്മേൽ എടുക്കയില്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ദൈവത്തിന് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തിന് ഇരുന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ബാധയും നിന്റെ കൂടാരത്തിന്, ആശ്ചര്യമായി നിന്റെ ഭവനമാകുന്ന കൂടാരം, ആത്മീയമായി നിന്റെ ശരീരമാകുന്ന കൂടാരത്തിനും ഒരു ബാധയും അടുക്കാത്ത വിധത്തിൽ ദൈവിക സംരക്ഷണത്താൽ നിന്ന് നിറയപ്പെടും. അല്ലേരി പ്രാർത്ഥിക്കണം. അല്ലേരി സ്തോത്രം. അപ്പം അല്ലെ പ്രാർത്ഥനയാൽ നിനക്ക് സകലം സാധിച്ചെടുക്കാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പലരെ കണ്ടുപിടിച്ചാലും പലരുടെ ജീവിതം പഠിച്ചാലും പ്രാർത്ഥന കൊണ്ടാണ് പലരും നേടിയത്. അല്ലേലിയ. ദൈവമയെ ചിലർ പറയും ദൈവമക്കളെ കണ്ടിട്ട്, ദൈവസഭയൊക്കെ കണ്ടിട്ട്, അവരുടെ ജോലി, അവരുടെ നന്മ ഉയർച്ച കണ്ട് അവർക്ക് ഒരുപാട് സമ്പത്തുണ്ട്, അവർ ഒരുപാട് വാരിക്കൂട്ടം മറ്റാർക്കും കൊടുക്കത്തില്ല എന്നൊക്കെ പറയാറേ. അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവരുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു, അവരുടെ തലമുറ പ്രാർത്ഥിച്ചു, അവരുടെ വീട്ടിലെ സഹോദരിമാർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ചെയ്തു അവരെ അവരുടെ കുടുംബത്തിൽ തലമുറയായി അനുഗ്രഹിച്ചു. അത് നിങ്ങൾക്കും ബാധകമാണ്. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ കുടുംബത്തെ തലമുറയായി അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ആകാശത്തിന്റെ കിളിവാതികൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ സകല അനുഗ്രഹത്താൽ നിങ്ങൾ നിറയ്ക്കുന്ന ദൈവമുണ്ട്. അല്ലേരി. അതെ, പ്രാർത്ഥനയാൽ നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞ് എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഇഷ്ടംപോലെ സമയമുണ്ട്, പ്രാർത്ഥിക സമയമില്ല. അതാണ് നിങ്ങളുടെ പരാജയം. അല്ലേരി. മനുഷ്യന്റെ ഒട്ടും സമയമില്ലാത്തത് എന്തിനാ പറയുക? പ്രാർത്ഥിക്കാനാ. ബാക്കിയുള്ള എല്ലാത്തിനും സമയമുണ്ട്. വേണമെങ്കിൽ ടിവിയുടെ മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കും. സീരിയൽ കാണുവാൻ, റിയാലിറ്റി ഷോ കാണാൻ, കോമഡി കാണുവാൻ, സിനിമ കാണുവാൻ, പേക്കൂത്തുകൾ കാണാൻ. അതിനൊക്കെ പറയുന്ന ഈ ടി വി കാണുന്ന സിനിമയും കോമഡിയും റിയാലിറ്റി ഷോയും അതുപോലെ ഈ ഓരോരോ സീരിയലുകളൊക്കെ അതെല്ലാം പറയുന്ന പണ്ടത്തെ ഭാഷയുടെ, ഇന്നത്തെ ബൈബിളിന്റെ ഭാഷയുടെ പറയുമ്പോൾ അതിനെ വെറിക്കൂത്തെന്നാ പറയുന്നത്. ലേഡിയ. വെറിക്കൂത്ത് അല്ലെങ്കിൽ പേക്കൂത്ത്. അതിന്റെ മുമ്പിൽ നീ എത്ര നേരം വേണേലും ഇരിക്കും. നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലും കൊണ്ട് നീ എത്ര നേരം വേണേലും ഇരിക്കും. പക്ഷെ ദൈവത്തിന് പ്രാർത്ഥിക്കാനിരിക്കാൻ നിനക്ക് സമയമില്ല. അല്ലേ? പ്രാർത്ഥനയ്ക്ക് നീ സമയം കൊടുക്ക്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിട്ട് ഈ ലോകത്തിന്റെ വെറുക്കൂത്തിൽ നീ പുറത്തു പോ. അപ്പോൾ ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. അല്ലേലിയ. നിങ്ങൾക്ക് സിനിമ കണ്ട് ഈ വെറുക്കൂത്ത് കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് നിത്യജീവനെ കിട്ടത്തില്ല. ഈ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്നാൽ ഇവിടുത്തെ അശ്ലീലം കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് നിത്യമായ സമാധാനം, നിന്റെ മക്കളിൽ, നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ സമാധാനം കിട്ടത്തില്ല. അത് നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് നിന്റെ ആ സമയം നീ ദൈവത്തിന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ മുഖത്തിന്റെ ഭാവം മാറിയത്, അവന്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി മാറിയതുപോലെ, സേവാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പ്രകാശിച്ചതുപോലെ ദൈവം നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. രക്തം ചെയ്യും. വിശ്വസിങ്ങൾ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടല്ലേ. ഇവിടെ വീണ്ടും ദൈവത്തിന് വചനം വായിക്കുന്നത് സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥനയിൽ നിങ്ങൾ മുന്നേറണം. കാരണം ഈ ഭൂമിയുടെ അവസ്ഥ എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ സ്തോത്രം 2-3 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്: അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേൽ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. ഹല്ലേലൂയ. അപ്പൊ ഈ ഭൂമി എന്താണ്? ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയും കൂരിട്ട് ജാതികളെയും മൂടിയിരിക്കുക. ഈ ഭൂമി എത്രമാത്രം ഇരുളിന്റെ ആധിപത്യത്തിലാണ്. അല്ലേലിയ. പ്രാർത്ഥിച്ചാൽ അതിൽ നിനക്കൊരു മോചനമുണ്ട്. അല്ലേലിയ. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അതിനകത്തൊരു മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ, മാർട്ടിൻ ലൂതറിന്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമുദായം ഇരുണ്ട് കാണപ്പെട്ടു. അദ്ദേഹം ജനങ്ങളെ തട്ടി ഉണർത്തി വേദപുസ്തക തർജ്ജമകൾ കൊണ്ടുവന്നു. പ്രകാശിക്കുന്ന വെളിച്ചമായി, അല്ലേലിയ, പ്രകാശ വെളിച്ചമായി മാറി.
അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു വലിയ കൂട്ടം ജനത്തെ ഇരുളിൽ നിന്ന് വിടിവിക്കുവാൻ മാർട്ടിൻ ലൂഥറിന്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ശക്തമായ പ്രാർത്ഥനയോടെ അദ്ദേഹം ദൈവത്തിലിരുന്ന ഇരുളടഞ്ഞു പോയ ക്രൈസ്തവ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി യേശു ക്രിസ്തുവിനെ അവരുടെ ഉള്ളങ്ങളിൽ പകർന്നു കൊടുക്കുവാൻ, ക്രൈസ്തവ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന വ്യക്തിയെ ഉപയോഗിച്ചു. ബൈബിളിന്റെ പരിഭാഷകളും ബൈബിളിന്റെ തർജ്ജമകളും പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം കൊടുത്തു. പ്രാർത്ഥിക്കുവാൻ ഇവരെ പഠിപ്പിച്ച് അത് മുഖാന്തരം എന്ത് ചെയ്തു? ഇരുളിന്റെ ആധിപത്യം ഒരു കൂട്ടം ജനം വെടിവിക്കപ്പെട്ടു. രക്തം ചെയ്യും. അല്ലേറിയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രകാശിക്കേണ്ട സമയമായത്. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രകാശിക്കേണ്ട സമയമാണ്. കർത്താവിന് ഉണരേണ്ട സമയമാണ്. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ തലമുറയെ തകർക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് അവന്റെ പദ്ധതികൾ ഒരുക്കുന്നു. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ മതങ്ങളും, ഇവിടുത്തെ അന്ധകാര ശക്തികളും, തീവ്രവാദികളും, ഭീകരവാദികളും, വർഗീയവാദികളും ഒന്നിച്ച് നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സാത്താൻ പലവിധമായ തന്ത്രങ്ങൾ കൊണ്ട് നിന്റെ കുടുംബത്തെ ഇല്ലായ്മയെ ശ്രമിക്കുമ്പോൾ നീ അതിനകത്ത് വീണുപോകാതെ നീ പ്രാർത്ഥനയിലേക്ക് വരണം. പ്രാർത്ഥിക്കേണ്ട സമയമായത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കർത്താവിന്റെ ലക്ഷ്യവും ഹിതവും തീർച്ചയായും അവൻ നിറവേറ്റും. നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം, ദൈവിക പദ്ധതി കർത്താവ് നിറവേറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ 54:11 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അജ്ഞനത്തിൽ പതിക്കുകയും നീലക്കല്ല് കൊണ്ട് നിന്റെ അടിസ്ഥാനം വിടുകയും ചെയ്യുമെന്ന് നമ്മളോട് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ വാദത്തിന്റെ വിവരിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. ഞാൻ വാക്യം വായിച്ചു വിട്ടെന്ന് മാത്രം. ഹല്ലേലൂയ. ഉടനെ കേൾക്കുന്ന പരിസ്ഥിതിക്ക് നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ നാം ആ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, യെശയ്യാ പ്രവാചകൻ 54 വായിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന കാന്തെ എന്നുള്ളത് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ ഭർത്താവായ യഹോവ മച്ചിയായ ഇസ്രായേൽ ജനത്തിന് ഹല്ലേലൂയ നൽകിക്കൊടുക്കുന്ന ശക്തമായ ദൈവിക സന്ദേശത്തെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സ്നേഹിക്കുന്ന നീ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. അല്ലേ, നിന്റെ തിരക്ക് വിട്ടിട്ട് ദൈവത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുമ്പോൾ ദൈവം നിന്നെ അത്ഭുതമായി ഉപയോഗിക്കുന്ന വായിച്ച വചനത്തിലേക്ക് വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം ഹല്ലേലൂയ 9-ാം വാക്യമാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. അതെ, നിന്റെ പ്രാർത്ഥനയിൽ വലിയൊരു മാറ്റം ദൈവം തരാനു. ഈ ഒരു മനുഷ്യൻ പ്രകാശം സത്യവെളിച്ചമായിരിക്കും യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ നിറഞ്ഞപ്പെട്ട് ഇന്ന് നീ പ്രാർത്ഥിക്കാൻ നീ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ഇരുളിനെ ദൈവം മാറ്റും. കണ്ണുകളുടെ ചാട്ട് ആരെങ്കിലും ജീവിതത്തിൽ തകർന്ന് നിരാശപ്പെട്ട് രോഗത്തിനും പാപത്തിനും ശാപത്തിനും മഹാവ്യാധി കൊണ്ട് കടക്കണിയിൽ കണുനീരിൽ ഉയരുവാൻ കഴിയാതെ തകർച്ചയുടെ അനുഭവത്തിൽ മരണം മാത്രം മതി എന്ന് പറയുന്ന അവസ്ഥയിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. നീ അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നെ ഒന്ന് വേർതിരിച്ച് കർത്താവോട് ചേർന്നിരിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക പ്രവർത്തി ദൈവം ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരിക്ക് പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വലിയൊരെയും സകല രാജ്യങ്ങളിലുള്ളവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ 4 ജില്ലകളായി 3.25 കോടി ജനങ്ങൾ, തലമുറകൾ നടത്തിപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികളെ, ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങൾ 7 വർഷങ്ങളായി 140 കോടിയിലധികം വരുന്ന ജനത്തിനായി ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളായി തെക്കേമരിക്കും വടക്കേമരിക്കും യൂറോപ്പിൽ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങളായി 800 കോടി ജനത്തിന്റെ ജീവിതത്തിന് ഇരുൾ മാറുവാൻ, അവർ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ ഈ ജനത്തെ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആഭിചാര, മന്ത്രവാദ, കൂടോത്ര, ശൂദ്ര ശക്തികൾ, തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദികൾ, രാഷ്ട്രീയ ലാഭങ്ങൾ, ദുരന്തങ്ങൾ, പേമാരികൾ, കൊടുങ്കാറ്റ്, അലുരിയ, ഉൾപൊട്ടലുകൾ, ഭൂമികുലുക്കങ്ങൾ, വ്യാധികൾ എല്ലാം ജനത്തെ ഒരുപോലെ തകർത്ത് ദേശത്ത് ദൈവിക ന്യായവിധിയുടെ കരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയെങ്കിലും ജനം മടങ്ങി വന്ന് മാനസാന്തര ദേശത്തോട് ചേർന്ന് പ്രാർത്ഥനയിൽ പോരാടുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തകളും രാനും വൃത്തരും അസന്ന ജാസൂർ ഓർഫനേജ് ഹോട്ടൽ തടവറയിലായിരിക്കുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകൾ,
ദ്വീപുകളെ ആദിവാസികൾ ട്രൈബൽ മേഖലയായിരിക്കും ജനത്തിനായി ഞാൻ എല്ലാ അതിപ്രിയവർത്തനം കരസേന വ്യോമസേന നാവി സേനാധികാരികൾ അതിർത്തിയിൽ കാക്കുന്ന SCRP പടക്കമുള്ള ഭടന്മാരെ ജവാന്മാരെ അവരുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രമസമാധാന പാലക നിയമനിർമ്മാണ രംഗത്തെ രഹസ്യ വിഭവങ്ങളെ കർത്താവിന്റെ പോലീസിലെ വിവിധ സെക്ഷനുകൾ ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. കരയിലും കടലും ആകാശമാർഗം വാഹനോട് യാത്ര ചെയ്യുന്നവർ വാഹനം സെയിൽസ് ചെയ്യുന്നവരെ ഓർക്കുന്നു. കർത്താവി കടലോര വാസികളെ തീരദേശവാസികളെ കടലിൽ മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവി കടലിലെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ കരികൾ കമ്പനികൾ ഫാക്ടറി ജോലി ചെയ്യുന്നുണ്ട് വലുത് ചെറുതുമായ വ്യാപാരി വ്യവസായികളെയും വഴിയോര കച്ചവടക്കാരി സഹകരണ മേഖല പൊതുമേഖല ആരോഗ്യമേഖല വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല ബാങ്കിങ് മേഖലയായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പൊതുമേഖലയായിരിക്കുന്ന കർത്താവി സ്തോത്ര കൺസ്ട്രക്ഷൻ രംഗം മെക്കാനിക് മോട്ടോർ രംഗത്ത് ആമീൻ തൊഴിൽ രംഗത്ത് വിവിധ തൊഴിൽ മേഖലയിൽ കാർഷിക മേഖലയിൽ യൂണിയൻ രംഗത്ത് കൺസ്ട്രക്ടറായിരിക്കുന്നവർ എല്ലാ ടൈസ് വാട്ടർ സർവീസ് ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭാവി കഷ്ട സഹിക്കുന്നവർക്ക് ഒരു ആശ്വാസം കൊടുക്കണമേ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം, സമാധാനം കൊടുക്കണമേ, പാപത്തിന് ശാപത്തിൽ വിടിവിക്കണം, മദ്യത്തിന് മയക്കും പാൻസ് ലഹരി അടിമപ്പെട്ടവരെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹാവ്യാധികളുമായി ഭാരപ്പെട്ട് വിടിവിക്കണമേ, തീവ്രവാദികളും ഭീകരവാദി വർഗവാദി വിടിക്കണം, മദ്യരോഗികളെ മയക്കുരോഗികളെ ഇത് സന്ദർശിക്കണമേ, മദ്യത്തിന് മയക്കും അടിമപ്പെട്ട് കുടുംബജീവിതം തകർത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം വിടിവിക്കണം. ദേശരാജ്യങ്ങൾ പഠിക്കാനായി കടന്നുപോയി കുഞ്ഞുങ്ങൾ കർത്താവി സ്തോത്രം ജോലി ചെയ്യുന്നവർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ ജോലിക്കായി കടന്നുപോയിരിക്കുന്നു പഠിക്കുന്നവർ ഞങ്ങൾ ഓർക്കുന്നു. മനസ്സാന്തരം കൊടുക്കും പ്രാർത്ഥനയ്ക്ക് മടങ്ങിവരും ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതാർമയിൽ വെട്ടുപോകാതെ, ഈ ലോകത്തിന്റെ അശ്ലീലത്തിൽ വീടുപോകാതെ, ഇവിടുത്തെ വിറക്കൂത്തിന്റെ മുമ്പിൽ ഇരുന്ന് സമയം ചെലവഴിക്കാതെ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയും അവന്റെ മുഖഭാവം മാറിയുടെ ഉടുപ്പ് മിന്നുന്ന വേളയായി മാറിയതുപോലെ ജനം കർത്താവ് യേശുക്രിസ്തുവിന്റെ അമ്മയെ വെളിച്ചത്തിലേക്ക് വരും ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് എഴുന്നേറ്റ് പ്രകാശിപ്പാണ്ടിയാകണമേ. ദേശത്ത് വ്യാപിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ മാറിപ്പോട്ടെ. എല്ലാ മത സാമൂഹിക സംസ്കാര സംഘടന ചരിത്രമാക്കിയ മീഡിയ നിലനിൽക്കുന്നവർക്ക് ഒന്നദോഷ പാർട്ടികൾക്ക് മനസ്സാന്ത കൊടുക്കണമേ. രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന പ്രതിസന്ധി അമ്മ കഷ്ടത്തിൽ കിടന്നവർ സൗരന്മാരുണ്ട്. നാട്ടിൽ കിടന്നവർ വിസ നഷ്ടപ്പെട്ട ജോലി നഷ്ടപ്പെട്ടവർ ആമി സൗദിക്കിട്ട് ഭാരപ്പെട്ടവർ മദ്യത്തിൽ മയക്കൽ അടിപ്പെട്ടവർ ജയിലിൽ കിടക്കുന്നവർ എല്ലാം മാനസാന്തപ്പെട്ട് യേശുക്രിസ്തു മടങ്ങി വരുവാൻ നിങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകലത്തിന് ദൈവത്തിന്റെ നീതിയുടെ കരം വെളുപ്പണം സകല മഹത്വം എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ.